ഇനിയും നമ്മൾ ഈ ശ്രീമദ് ഭാഗവത ധ്യാനത്തിൽ ദശമസ്കന്ധത്തിലെ ഉത്തരാർദ്ധം ഭാഗങ്ങളിലെ കഥകളുടെ തത്വമാണ് സംക്ഷിപ്തമായിട്ട് പറയുവാൻ പോകുന്നത്. കഥകളെ ഏറെക്കുറെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഈ കഥകൾ പറയുന്നതിനോടൊപ്പം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കഥകളുടെ തത്വത്തെ പറയുന്നത്? കാരണം അറിവുകൾ ഭൗതികതയിലും ആത്മീയതയിലുമുണ്ട്. ഈ ആത്മീയതയിലും ഭൗതികതയിലുമുള്ള അറിവുകൾ തമ്മിലുള്ള പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ വ്യത്യാസമുണ്ട്. ഈ രണ്ട് അറിവുകളുടെയും പ്രത്യേകത യാഥാർത്ഥ്യബോധത്തോടുകൂടി മനസ്സിലാകുമ്പോഴാണ് ആത്മീയതയുടെ പ്രസക്തിയും ധർമ്മം ആചരിച്ച് ജീവിക്കുന്നതിന്റെ ആവശ്യകതയും നമുക്ക് വ്യക്തമാവുകയുള്ളൂ. അപ്പോ ഭൗതികതയിലുള്ള അറിവുകൾ എന്ത്, ആത്മീയതയിലുള്ള അറിവുകൾ എന്ത്? ഭൗതികതയില് 3 അറിവുകളാണുള്ളത്. അതായത് അറിയപ്പെട്ടത്, അറിയാൻ കഴിയാത്തത്, അറിയാത്തത്, ഇന്ന് വരെ അറിയാൻ കഴിയാത്തത്, പിന്നെയോ അറിയപ്പെടാവുന്നത്, ഇന്നല്ലെങ്കിൽ നാളെ അറിയാം. ഇങ്ങനെയുള്ള 3 അറിവുകളാണ് ഭൗതികതയിലുള്ളത്. ഈ 3 അറിവേ ഉള്ളൂ. ശ്രമം ചെയ്താൽ, പരിശ്രമം ചെയ്താൽ, ഏതൊരു അറിവാണോ നമ്മൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നത്, ആ അറിവിനെ നമുക്ക് അറിയുവാൻ കഴിയും. അതാണ് ഭൗതികതയിലെ അറിവ്. എന്നാൽ ആത്മീയതയിലോ? ആത്മീയതയില് ഈ 3 അറിവിന് പുറമെ 4മതൊരു അറിവ് കൂടിയുണ്ട്. അതുകൊണ്ടാണ് ആത്മീയതയിൽ അറിവ് 4 എന്ന് പറയുന്നത്. എന്താണ് ആത്മീയതയിലെ 4 അറിവുകള്? അതായത് ഈ പറഞ്ഞ പോലെ തന്നെ അറിയപ്പെട്ടത്, അറിയാത്തത്, അറിയപ്പെടാവുന്നത്, ഈ 3 അറിവിന് ശേഷം ഒരിക്കലും അറിയാൻ കഴിയാത്തത്. ഒരിക്കലും അറിയാൻ കഴിയാത്ത അറിവ്, ആ അറിവിനെ വ്യക്തമാക്കുന്നതാണ്, പ്രകാശിപ്പിക്കുന്നതാണ്, ബോധിപ്പിക്കുന്നതാണ് ആത്മീയത. ആത്മീയതയിലെ ഗുരുശിഷ്യ ബന്ധത്തിൽ നിന്നും ആത്മസാക്ഷാത്കാരം, നമുക്ക് സാക്ഷാത്കരിക്കുവാൻ സാധിക്കണം. ആ ഒരിക്കലും അറിയാൻ കഴിയാത്ത ആത്മീയത, അല്ലെങ്കിൽ ആത്മാവ്, അല്ലെങ്കിൽ സത്യം, പരമസത്യം, അല്ലെങ്കിൽ ബ്രഹ്മം, അല്ലെങ്കിൽ ഈശ്വരൻ, ഇനി അതുമല്ലെങ്കിൽ ഈ ഞാൻ തന്നെ, എന്നിലെ അഹം 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 എന്ന ഭാവത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഈ അഹംബോധം തന്നെ
അതിന് നമുക്ക് സാക്ഷാത്കരിക്കുവാൻ ഇവിടെ ധർമ്മം ആചരിച്ച് ജീവിക്കണം. അതിനുവേണ്ടി ധർമ്മം ആചരിക്കണമെങ്കിൽ ധർമ്മത്തിന്റെ പ്രസക്തി നമ്മൾ അറിയണം. അതറിയുന്നതോടൊപ്പം ഈ ഭാഗവത ധ്യാനത്തിൽ എന്താണ് ലക്ഷ്യമാക്കുന്നത്? ഭക്തി, ജ്ഞാന, വൈരാഗ്യത്തോടു കൂടിയ വിവേകം. ഇതാണ് നമുക്ക് കൃതാർത്ഥത നൽകുന്ന ഘടകങ്ങൾ. ഭക്തി മാത്രമോ, ജ്ഞാനം മാത്രമോ, വൈരാഗ്യം മാത്രമോ ഉള്ളതുകൊണ്ട് മാത്രം, ഒന്നുകൊണ്ട് മാത്രം പൂർണ്ണത, തികവ്, തൃപ്തി അനുഭവിക്കുവാൻ സാധ്യമല്ല. ഈ മൂന്നിനോടും കൂടിയിരിക്കുന്ന വിവേകം, തിരിച്ചറിവ് നമുക്കുണ്ടാകും. ഭക്തിജ്ഞാന വൈരാഗ്യത്തോടുകൂടിയ വിവേകം അതുണ്ടാകുവാൻ ഭാഗവത പുരാണത്തിലെ കഥകൾ പ്രയോജനം ആകണമെങ്കിൽ ആ കഥകൾ ശ്രവിക്കുന്നതോടൊപ്പം ആ കഥകളിൽ നിന്നും നമുക്ക് കഥകളുടെ സാരവും ആശയവും തത്വവും രഹസ്യവും ബോധിക്കുവാൻ സാധിക്കണം. അതുകൊണ്ട് നമുക്ക് ആ ഉത്തരാർദ്ധം ഭാഗത്തില് ആദ്യമായിട്ട് വരുന്ന കഥ ജരാസന്ധ യുദ്ധവും അതുപോലെ മുചുകുന്ദ മോക്ഷവും. ജരാസന്ധ യുദ്ധം, മുചുകുന്ദ മോക്ഷം ആ കഥകളിൽ നിന്നും നമ്മൾ ഏതൊരു തത്വമാണ് അറിയേണ്ടതെന്ന് നമുക്ക് ചിന്തിക്കാം. ഇവിടെ കംസവധം കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം എന്താണ്? ഭഗവാന്റെ വിദ്യാഭ്യാസവും കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം അക്രൂര് ഹസ്തിനപുരിയിൽ പോയിട്ട് കുന്തിദേവിയുടെയും പഞ്ചപാണ്ഡവരുടെയും എല്ലാം ദുരവസ്ഥ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുകയുമാണ്. ഇതെല്ലാം കഴിഞ്ഞ സന്ദർഭത്തിലാണ് ജരാസന്ധ യുദ്ധം ആരംഭിക്കുന്നത്. അപ്പോ ഈ ജരാസന്ധ യുദ്ധത്തിന് കാരണമായതെന്താണ്? കംസന്റെ മരണത്തോടുകൂടി രണ്ട് കുട്ടികളിപ്പോ വിധവകളായി തീർന്നിരിക്കാം. ഏതാണ് രണ്ട് കുട്ടികള്? അസ്ഥിയും പ്രാപ്തിയും. അപ്പൊ ഈ അസ്ഥിയും പ്രാപ്തിയും എന്ന് പറയുന്ന രാജകുമാരിമാര്, അല്ലെങ്കിൽ അവരിപ്പോ രാജപത്നിമാരായിരുന്ന രാജപത്നിമാര് ഭർത്താവ് മരിച്ചപ്പോ വിധവകളായി തീർന്നിരിക്കുകയാണ്. അപ്പൊ ആ രാജകന്യകമാര് വാസ്തവത്തില് ആരുടെ മക്കളായിരുന്നു? അസ്ഥിയും പ്രാപ്തിയും ജരാസന്ധന്റെ മക്കളായിരുന്നു. മഗധയിലെ ജരാസന്ധൻ അന്ന കാലത്ത് വളരെ ശക്തനായിരുന്ന ഒരു ചക്രവർത്തി കൂടിയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള മഹാരാജാവിന്റെ പുത്രിമാരാണിപ്പോ കംസവധത്തോടുകൂടി വിധവകളായി തീർന്നിരിക്കുന്നത്. അങ്ങനെ വിധവകളായി തീർന്ന അസ്ഥിയും പ്രാപ്തിയും ജരാസന്ധനാകുന്ന തങ്ങളുടെ പിതാവിന്റെ അടുക്കലെത്തി പരാതി അറിയിപ്പിക്കുകയാണ്. പരാതി കേട്ട ജരാസന്ധൻ 23 അക്ഷൗഹിണി
സൈന്യങ്ങളെയും കൂട്ടി മധുരാപട്ടണത്തെ വളഞ്ഞ് ആക്രമിച്ചു. ആ സമയം ഭഗവാന്റെ ദിവ്യമായ ആയുധങ്ങള് ആകാശമാർഗത്തിൽ അവിടെ എത്തി. ദിവ്യമായ ആയുധങ്ങളുമായിട്ട് ഭഗവാനും ജരാസന്ധനോട് ഏറ്റുമുട്ടി. അതായത് ജരാസന്ധനും ബലരാമനും തമ്മില് യുദ്ധം ചെയ്തു. ഭഗവാനാകട്ടെ ജരാസന്ധന്റെ 23 അക്ഷോഹിണി ആ സൈന്യങ്ങളോടും പടയാളികളോടും പോരാടി. ഭഗവാൻ തന്റെ പരിശ്രമം കൊണ്ട് സൈന്യങ്ങളെ മുഴുവൻ നശിപ്പിച്ചു. എന്നാൽ ഭൂഭാരഹരണത്തിന് ആവശ്യമായിരിക്കുന്ന ദുഷ്ടക്ഷത്രിയ രാജാക്കന്മാരെയും മറ്റു വ്യക്തികളെയും ഇങ്ങോട്ട് കൊണ്ടുവരുവാൻ ജരാസന്ധൻ സഹായകമാകും എന്നുള്ളത് കൊണ്ട് ഭഗവാന്റെ പ്രത്യേക നിർദ്ദേശത്തോടുകൂടി ബലരാമൻ ജരാസന്ധനെ കൊല്ലാതെ വിട്ടു. അങ്ങനെ ഈ ജരാസന്ധനും അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാനും തമ്മിൽ 16 പ്രാവശ്യം യുദ്ധം നടക്കുകയുണ്ടായി. ആ 16 തവണയും 23 അക്ഷൗഹിണി പടകളെയും ഭഗവാൻ നശിപ്പിക്കുകയും ഉണ്ടായി. അങ്ങനെ 17ാമത്തെ തവണത്തെ യുദ്ധത്തിൽ ഒരു പ്രത്യേകതയുണ്ടായി. ഈ ജരാസന്ധനോടൊപ്പം നാരദരുടെ ഉപദേശത്താൽ 3 കോടി യവന സൈന്യങ്ങളോടുകൂടി ഒരു യവനനും അണിനിരക്കുകയുണ്ടായി. യവനൻ പറഞ്ഞു, ജരാസന്ധൻ വിശ്രമിച്ചോളൂ, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ആ യവനൻ തന്റെ 3.5 കോടി യവന സൈന്യങ്ങളുമായിട്ട് ദ്വാരകയെ ആക്രമിക്കാനായിട്ട് പുറപ്പെട്ടു. ഈ യാദവന്റെ പ്രത്യേകത എന്തായിരുന്നു? അല്ല, ആരുടെ പ്രത്യേകത? യവനന്റെ പ്രത്യേകത എന്തായിരുന്നു? ഈ യവനൻ യാദവന്മാരെ കൊണ്ട് മരിക്കപ്പെടുന്ന ആളല്ല. ഭഗവാൻ കൃഷ്ണൻ വിചാരിച്ചാൽ കൂടി യവനനെ കൊല്ലുവാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? ഭഗവാൻ ഇപ്പോൾ ഏത് കുലത്തിൽ ജനിച്ചിരിക്കുകയാണ്. അപ്പൊ യാദവന്മാരെ കൊണ്ട് തനിക്ക് മരണം സംഭവിക്കാൻ പാടുകയില്ല എന്നുള്ള പ്രത്യേക വരബലമുള്ള വ്യക്തിയാണ് നമ്മുടെ ഈ യവനൻ. അപ്പോ ഭഗവാൻ അന്നത്തെ രാത്രിയിൽ എന്ത് ചെയ്തു? തന്റെ യോഗശക്തി കൊണ്ട് സമുദ്രത്തിന്റെ അഗാധ കയങ്ങളിൽ ഒരു കോട്ട നിർമ്മിച്ച് ദ്വാരകാവാസികളെ യോഗശക്തിയോടുകൂടി അങ്ങോട്ട് മാറ്റി പാർപ്പിച്ചു. എന്നിട്ടോ പ്രഭാതത്തിൽ നമ്മുടെ യവനൻ കാണാൻ 4 തൃക്കൈകളോട് കൂടിയിട്ട് ആയുധങ്ങളും ഒന്നുമില്ലാതെ പുറത്തേക്കാണ്. അങ്ങനെ യവനനെ കണ്ട് പേടിച്ചവനെ പോലെ ഭഗവാൻ ഓടി. നിരായുധനായ ഭഗവാന്റെ ആ പരിഭ്രമത്തോടു കൂടിയിരിക്കുന്ന പ്രയാണം കണ്ടപ്പോഴോ
യവനൻ. കൃഷ്ണൻ നിരായുധനെങ്കിൽ കൃഷ്ണനെ കൊല്ലാൻ എനിക്കും ആയുധങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഞാനും അത്ര വലിയ ഭീരുവൊന്നുമല്ല. ഞാൻ ധീരൻ തന്നെയാണ്, ശക്തൻ തന്നെയാണ് എന്നുള്ള നാട്യത്തിലോ ആയുധങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് കൃഷ്ണന്റെ പിന്നാലെ ഓടാൻ തുടങ്ങി. അങ്ങനെ ഭഗവാൻ, ആ മുചുകുന്ദ മോക്ഷത്തിന്റെ സന്ദർഭമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഭഗവാൻ ഓടി എവിടെ കയറി? മുചുകുന്ദ ഗുഹയിലേക്ക് ഓടിക്കയറി. പിന്നാലെ ആരും ചാടിക്കയറി? യവനനും കയറി. അപ്പോഴോ ആ ഗുഹയിൽ ഇരുട്ടായിരുന്നു, മുഴുവൻ ഇരുട്ടായിരുന്നു. അങ്ങനെ ഇരുട്ടുള്ള ഗുഹയിൽ കിടന്നിരുന്നതായ മുചുകുന്ദനെ കണ്ട നമ്മുടെ യവന രാജാവ് അത് ശ്രീകൃഷ്ണനാണെന്നും വിചാരിച്ച് ഒരൊറ്റ ചവിട്ടാണ്. ചവിട്ടുകൊണ്ടുണർന്ന മുചുകുന്ദൻ നോക്കിയപ്പോഴോ ആ യവന ചക്രവർത്തി ചാരമായി, ഭസ്മമായി അതായത് സാധിച്ചു. ഒരു യുദ്ധവുമില്ലാതെ, ഒരു കോലാഹലവുമില്ലാതെ യവനൻ ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. അപ്പൊ ആ കിടന്നിരുന്ന് വാസ്തവത്തിൽ ആരായിരുന്നു? ആ കിടന്നിരുന്നത് ഇക്ഷ്വാകു വംശത്തിലെ മാന്ധാതാ ചക്രവർത്തിയുടെ പുത്രനായിരുന്ന മുചുകുന്ദനായിരുന്നു. ആ മുചുകുന്ദൻ ദേവലോക സൈനാധിപനായിരുന്നു. ദേവലോക സൈനാധിപനായിട്ട് ദേവേന്ദ്രനെ ഹിതത്തെ ചെയ്തുകൊണ്ട് വളരെ കാലം സ്വർഗലോകത്തിലെ സുഖങ്ങളൊക്കെ അനുഭവിച്ച് അവിടെ താമസിക്കേണ്ടായി. അങ്ങനെയിരിക്കെ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമികൾ അവിടത്തെ ആ യുദ്ധതലവനായിട്ട്, സൈന്യാധിപനായിട്ട്, സേനാനായകനായിട്ട് ചുമതല ഏറ്റെടുത്തു. ചുമതല ഏറ്റെടുത്തപ്പോ ഇന്ദ്രൻ ഇനി ആ മുചുകുന്ദനെ വിശ്രമിക്കാം എന്ന് പറയുകയാണ്. ആ സന്ദർഭത്തില് അങ്ങ് എന്നെ ഇത്രകാലം സംരക്ഷിച്ചുകൊണ്ട് അങ്ങേക്കുള്ള സന്തോഷ സൂചകമായിട്ട് അങ്ങ് എന്നിൽ നിന്ന് എന്തെങ്കിലും വരം നേടണമെന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ എന്താണ് നമ്മുടെ ആ മുചുകുന്ദൻ ദേവേന്ദ്രനോട് വരമായിട്ട് തൽക്കാലം എന്താണ് നേടിയത്? എനിക്ക് മോക്ഷം വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. മോക്ഷം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴോ അത് കൊടുക്കുവാൻ ആർക്കേ സാധ്യമാകൂ? മോക്ഷം നൽകുവാൻ മോക്ഷീക നായകനായ സാക്ഷാൽ സർവേശ്വരന് മാത്രമേ സാധ്യമാകൂ. അങ്ങനെ ഇന്ദ്രൻ പറഞ്ഞു, മോക്ഷം നൽകാൻ ഞാൻ ആളല്ല. എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപകാരം അങ്ങ് സ്വീകരിച്ച് തീരും. മോക്ഷമല്ലാതെ എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ. എന്നാ മോക്ഷത്തിന് തുല്യമായിട്ട് മുചുകുന്ദൻ ചിന്തിച്ചു നോക്കിയപ്പോഴോ സുഖമായിരിക്കുന്ന നിദ്ര, അത് മതി. ഈ നിദ്രയിൽ എന്തായിരിക്കണം? ഈ നിദ്രയിൽ എന്നെ ആരാണോ ശല്യപ്പെടുത്തി ഉണർത്തുന്നത് അവര് എന്റെ നേത്രാഗ്നിയില് മരിക്കുക തന്നെ വേണം എന്നുള്ള പ്രത്യേക അനുഗ്രഹ വരവും നേടി. അതാണ് ഈ യവനൻ മുചുകുന്ദന്റെ ദർശനത്തില് നശിക്കുവാൻ ഇടയായത്. അങ്ങനെയുള്ള ആ മുചുകുന്ദനെ പിന്നീട് സാക്ഷാൽ വൈകുണ്ഠനാഥനായ ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ ദിവ്യ ദർശനം കൊടുക്കുകയാണ്. ഭഗവാൻ പറയുന്നുണ്ട്, വളരെ യുഗങ്ങൾക്ക് മുമ്പ് അങ്ങ് അനുഗ്രഹിക്കണമെന്ന് എന്നോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ ഭക്തന്മാരുടെ കാര്യം
ഭക്തവത്സലനായ ഞാൻ ഒരിക്കലും മറക്കാറില്ല. അങ്ങേക്ക് എന്താണ് വരം വേണ്ടെന്ന് ചോദിച്ചപ്പോൾ മോക്ഷം ആവശ്യപ്പെട്ടുകൊണ്ട് മുചുകുന്ദൻ ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. ജീവിതത്തെ ശരിയാക്കാൻ കഴിയാത്തത് ഭഗവാന്റെ മായയിൽ പെടുന്നത് കൊണ്ടാണ്. ഭഗവാന്റെ മായയിൽ പെടുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അത് സംസാരികളെ, അജ്ഞാനികളെ ലോകത്തോട് ബന്ധിപ്പിക്കുകയാണ്. ഈ സംസാരികൾ എങ്ങനെയാണ് ലോകത്തിൽ ബന്ധിക്കപ്പെടുന്നത്? ഏഷണാത്രയം. എന്താണ് ഏഷണാത്രയം? അർത്ഥേഷണ, ധാരേഷണ, ലോകേഷണ. അർത്ഥത്തിന് വേണ്ടിയുള്ള ആഗ്രഹം, ഇണയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹം, അതുപോലെ തന്നെ നാലാൾ അറിയണം എന്നുള്ള ആഗ്രഹം. ഈ ആഗ്രഹമാണ് ജീവനെ സംസാരത്തിൽ ബന്ധിപ്പിക്കുന്നത്. അങ്ങനെ നാനാത്വത്തിൽ ഭ്രമിച്ച് അല്പസുഖത്തിന് വേണ്ടിയിട്ട് വളരെ ദുർലഭമായി ലഭിച്ചിരിക്കുന്ന മനുഷ്യജന്മത്തെ മനുഷ്യൻ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നശിപ്പിക്കുന്ന മനുഷ്യർ ഈശ്വരീയമായ ശക്തിയെ മറക്കുകയും ചെയ്യുന്നു. എന്താണ് അങ്ങനെ മറക്കുവാൻ കാരണം? താൻ ശരീരമാണെന്ന് കരുതിയിട്ടാണ് അങ്ങനെ മറക്കുന്നത്. ശരീരമാണെന്ന് കരുതി ഭഗവാനെ മറക്കുമ്പോഴോ ഭക്തി വളർത്തലാകുന്ന തന്റെ യഥാർത്ഥ ദൗത്യം, യഥാർത്ഥ കർമ്മം, യഥാർത്ഥ ധർമ്മം മനുഷ്യർ വിസ്മരിക്കുകയും ചെയ്യും. മനുഷ്യന്റെ യഥാർത്ഥ ധർമ്മം എന്താണ്? സർവേശ്വരനിൽ ഭക്തി വളർത്തുക. അതും ഭാഗവതത്തിന്റെ ദൃഷ്ടിയിൽ ഭക്തിജ്ഞാന വൈരാഗ്യത്തോടുകൂടിയ വിവേകം ആർജിക്കുക. അങ്ങനെ മുചുകുന്ദൻ ഭഗവാനെ സ്തുതിച്ചു. അപ്പൊ ഭഗവാൻ മുചുകുന്ദന് ആവശ്യമായിരിക്കുന്ന ഉപദേശങ്ങൾ കൊടുത്തു. ബദരിയിൽ പോയിട്ട് അങ്ങനെ തപസ് ചെയ്യുക, മോക്ഷം കിട്ടുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. ഉപദേശവും അനുഗ്രഹവും ലഭിച്ച മുചുകുന്ദൻ അങ്ങനെ ബദരിയിലേക്ക് പോകുകയും ഭഗവാൻ പറഞ്ഞത് പ്രകാരം പ്രവർത്തിച്ച് മോക്ഷം പ്രാപിക്കുകയും ചെയ്തു. ആ മുചുകുന്ദനെ അനുഗ്രഹിച്ച ശേഷം ഭഗവാനോ വീണ്ടും ദ്വാരകയിലേക്ക് തിരിച്ചെത്തുകയാണ്. പിന്നീട് ജരാസന്ധൻ 18ാമത്തെ പ്രാവശ്യവും ദ്വാരകയിലേക്ക് യുദ്ധത്തിനായിട്ട് വന്നു ചേർന്നു. അപ്പോഴോ ആ സമയം രാമകൃഷ്ണന്മാരെ യുദ്ധത്തിനൊന്നും തയ്യാറാകാതെ പേടിച്ചവരെ പോലെ ആ പ്രസർവണം എന്ന് പറയുന്ന പർവ്വതത്തിൽ കയറിയിട്ട് അങ്ങ് ഒളിച്ചു. അപ്പോഴോ ജരാസന്ധൻ ആ പർവ്വതത്തെ അങ്ങോട്ട് തീ വെച്ച് നശിപ്പിക്കുകയും ചെയ്തു. ഭഗവാനും ബലരാമനും ആ പർവ്വതാഗ്നിയിൽ വെന്ത് മരിച്ചുണ്ടാവുമെന്ന് ധരിച്ച് ആ ജരാസന്ധൻ മഗധയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഈ ജരാസന്ധ യുദ്ധത്തിലെയും അതുപോലെ മുചുകുന്ദ മോക്ഷത്തിലെയും കഥകളുടെ സാരത്തെ ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കാം. ഇവിടെ ജരാസന്ധന്റെ പുത്രിമാരായിട്ട് അത്തിയും പ്രാപ്തിയും ഉണ്ടായി എന്നാ പറയുന്നത്. അപ്പൊ ഈ അത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഉണ്ട് എന്ന ബോധമാണ്. പ്രാപ്തി എന്ന് പറഞ്ഞാലോ നേട്ടം, നേടുവാൻ വേണ്ടിയുള്ള മോഹമാണ്. അപ്പൊ ജരാസന്ധൻ എന്ന് പറഞ്ഞാലോ ജരയാൽ സന്ധിക്കപ്പെട്ട വ്യക്തി എന്ന് വെച്ചാൽ ശരീരത്തിൽ ഞാനെന്ന് അഭിമാനിച്ച് അഹങ്കരിച്ച് ജീവിക്കുന്ന വ്യക്തിത്വം, അതാണ് ജരാസന്ധൻ. അപ്പൊ ഈ 23 അക്ഷൗഹിണി എന്ന് പറഞ്ഞാലോ
മൂലപ്രകൃതി ഒഴിച്ചിട്ടുള്ള 23 ഘടകങ്ങൾ. സാംഖ്യയോഗം പറയുന്ന സന്ദർഭത്തിൽ നമ്മളെ പ്രകൃതി പുരുഷ വിവേചനം ചെയ്ത സാഹചര്യത്തിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. 10 ഇന്ദ്രിയങ്ങളും 10 ഇന്ദ്രിയ ദേവതമാരും അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പോ ഈ ജരാസന്ധന്റെ പുത്രിമാരിൽ അസ്ഥി എന്ന് പറയുന്നതാണ് ജഡത്തിന്റെ സമൂഹമായി 23 ഉണ്ടെന്ന് ധരിക്കുന്ന ഭാവമാണ് അസ്ഥി. എന്ന് വെച്ചാൽ ഞാൻ ഈ ശരീരമാണ്, ഞാൻ രാജാവാണ്, ഞാൻ തന്ത്രിയാണ്, ഞാൻ മന്ത്രിയാണ്, ഞാൻ പുരോഹിതനാണ്, ഞാൻ അമ്മയാണ്, ഞാൻ മകളാണ്, ഞാൻ ഭർത്താവാണ്, ഞാൻ സന്യാസിയാണ്, ഞാൻ ഗൃഹസ്ഥനാണ്, ഞാൻ വാനപ്രസ്ഥനാണ് എന്നുള്ള അഭിമാന ബോധത്തോടുകൂടി ജീവിക്കുന്ന ആ ഭാവമാണ് അസ്ഥി എന്ന് പറയുന്നത്. അപ്പോ ഈ പ്രാപ്തി എന്ന് പറഞ്ഞാൽ അതിലൂടെ സുഖം നേടാൻ ശ്രമിക്കുന്ന ഭാവമാണ്. ഞാൻ ഈ ശരീരമായതുകൊണ്ട് ഞാൻ ആരുമായിക്കൊള്ളട്ടെ, ആ ഞാൻ ഈ ശരീരത്തിലിരുന്നു കൊണ്ട് സുഖിക്കുവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രയത്നങ്ങളാണ് പ്രാപ്തി. സുഖം നേടുവാൻ വേണ്ടി ചെയ്യുന്ന യത്നങ്ങൾ. വ്യക്തമായാലും എന്താണ് അസ്ഥി, എന്താണ് പ്രാപ്തി, എന്താണ് ജരാസന്ധൻ എന്ന്. അപ്പൊ 18 തവണ യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞാലോ 10 ഇന്ദ്രിയങ്ങളും അഷ്ടതാ പ്രകൃതിയുമാണ് ഈ 18 തവണ യുദ്ധം ചെയ്തു എന്നുള്ളത് കൊണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ അഷ്ടതാ പ്രകൃതി എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളും പിന്നെ മനസ്സ്, ചിത്തം, അഹങ്കാരം, ഈ 8ആണ്. 10 ഇന്ദ്രിയങ്ങൾ അറിയാലോ, 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും. ഇതാണ് ഈ അഷ്ടതാ പ്രകൃതിയെ ജയിക്കലാണ്, ജയിക്കുവാൻ വേണ്ടിയുള്ള യത്നമാണ് 18 പ്രാവശ്യത്തെ യുദ്ധത്തിലൂടെ കാണിക്കുന്നത്. അപ്പൊ ജരാസന്ധൻ വാസ്തവത്തിൽ എന്താണ്, ശരീരാഭിമാനിയായിരുന്നു. ശരീരാഭിമാനികളായിട്ടുള്ള ആളുകളോ അവർ എല്ലായ്പ്പോഴും പ്രകൃതിക്കടിമകളായിരിക്കും. പ്രകൃതിക്കടിമയായതുകൊണ്ടോ അവർ തോൽക്കുകയും ചെയ്യും. എന്നാ ഈ രാമകൃഷ്ണന്മാരെങ്ങനെയായിരുന്നു? ദിവ്യങ്ങളായിരിക്കുന്ന ആയുധങ്ങളോട് കൂടിയിട്ടാണ് രാമകൃഷ്ണന്മാരുടെ യുദ്ധം. അപ്പൊ ദിവ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശമുള്ളത്. വേറെ ഒന്നുകൊണ്ടും പ്രകാശിക്കാതെ സ്വയം പ്രകാശിക്കുന്ന ആ വസ്തു അതെന്താണ്? അതാണ് ആത്മചൈതന്യം. ദിവ്യമായ ആയുധങ്ങളെ കൊണ്ടായിരുന്നു ഭഗവാന്റെ യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണത്? ആത്മബോധം കൊണ്ട്, ആത്മ ചൈതന്യം കൊണ്ട്, ആത്മബോധം കൊണ്ട് ഭഗവാൻ യുദ്ധം ചെയ്തു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഈ ജഡഭാവത്തെ, എന്നുവെച്ചാൽ ഈ ജരാസന്ധ ഭാവത്തെ ചൈതന്യബോധം കൊണ്ടേ കൊല്ലാനാവും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ 3.5 കോടി യവന സൈന്യങ്ങൾ വന്നു എന്ന് പറഞ്ഞു. എന്താണ് ഈ യവന സൈന്യങ്ങള്? നാനാത്വമായ പ്രകൃതിയെ കാണിക്കുന്നു. നാനാത്വം എന്ന് പറഞ്ഞാലോ അത് അന്ധത്വമാണ്, അജ്ഞാനമാണ്. അപ്പൊ ഏകത്വമാണ് യഥാർത്ഥത്തിൽ സത്യം. ഈ ഏകത്വമായിരിക്കുന്ന ആത്മബോധ സത്തയിലെ ഭ്രമത്താൽ പലത് കാണുന്നു. ഈ ഭ്രമം അങ്ങോട്ട് നീങ്ങിയാലോ ഒന്നിനെ മാത്രം കാണാം. അപ്പൊ ഈ യവനൻ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എന്താണ്? തമോ ഗുണമാണ്. അസുരൻ രജോ ഗുണിയാണ്, അതാണ് യവനൻ. അപ്പൊ ശരീരം ഞാനെന്ന ചിന്ത, അവർക്ക് നാശം. അതല്ലേ ഭഗവാൻ അവരെയും ഏകത്വ ബോധം കൊണ്ട്, ആ ചൈതന്യ ബോധം കൊണ്ട് നശിപ്പിച്ചു. പിന്നെ അപ്പൊ ഇവിടെ ഈ ദ്വാരക എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്വാരക എന്ന് പറഞ്ഞാൽ മോക്ഷത്തിന് ദ്വാരമാണ്. നവദ്വാരേ ഒരേ ദേഹി എന്ന് പറയുന്ന പോലെ ഈ മോക്ഷദ്വാരം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ദേഹം വാസ്തവത്തിൽ ദ്വാരക എന്ന് പറഞ്ഞാൽ അപ്പൊ സത്യത്തിൽ എന്താണ്? നമ്മുടെ ഈ ശരീരം തന്നെയാണ്.
ഈ ശരീരം ആത്മാഭിമുഖമായിട്ട്, സത്യാഭിമുഖമായിട്ട്, ഈശ്വരാഭിമുഖമായിട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? അത് മോക്ഷത്തിന് കാരണം. പ്രകൃതിക്ക് അഭിമുഖമായിട്ട്, വിഷയത്തിന് അഭിമുഖമായിട്ട്, അയഥാർത്ഥ വസ്തുക്കൾക്ക് അഭിമുഖമായിട്ട് പോകുമ്പോഴോ ബന്ധനം, ദുഃഖം. അപ്പൊ ഈ മഗധവാസികളെ, ജരാസന്ധൻ മഗധയിലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ മഗധ എന്ന് പറഞ്ഞാലോ, മഗധർ വിഷയത്തിലേക്ക് പോകുന്നവരാണ്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്ന് പറയുന്ന വിഷയങ്ങളുടെ ലാഭത്തിന് വേണ്ടി, അനുഭവത്തിന് വേണ്ടി പോകുന്നവരാണ്. അപ്പൊ വാസ്തവത്തില് മോക്ഷദ്വാരമാകുന്ന ഈ ദേഹത്തിൽ എന്തുണ്ട്? സത്യത്തിൽ ഈശ്വരൻ, ചൈതന്യം. ഒരിക്കലും അറിയാൻ കഴിയാത്തതാണ് ആത്മീയത എന്ന് പറയേണ്ടായി തുടക്കത്തിൽ നമ്മളില്ലേ? ആ ഒരിക്കലും അറിയാൻ കഴിയാത്ത ഈശ്വര സത്ത, ഈശ്വരബോധം, ഈശ്വര ചൈതന്യം, ആത്മബോധം ഒരു വ്യക്തിയിൽ അന്തർലീനമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോ മ്ലേച്ഛനെ മുജുകുന്ദ ദൃഷ്ടിയാൽ നശിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഈ മുജുകുന്ദ ഗുഹ എന്ന് പറഞ്ഞാൽ എന്താണ്? മുജുകുന്ദന്റെ ഗുഹ എന്ന് പറഞ്ഞാൽ അത് ഭക്തന്റെ ഹൃദയമാണ്. ഭക്തന്റെ ഹൃദയം, ഒരു യഥാർത്ഥ ഭക്തന്റെ ഹൃദയമാണ് മുജുകുന്ദ ഗുഹ കാണിക്കുന്നത്. അപ്പൊ മുജുകുന്ദൻ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അപ്പൊ എന്താണ്? മോചിക്കുവാൻ ആഗ്രഹമുള്ള ആളാണ് ഈ സംസാരത്തിൽ നിന്നും. സംസാരം സുഖമായിക്കൊള്ളട്ടെ, ദുഃഖമായിക്കൊള്ളട്ടെ, ഈ സംസാരത്തിൽ നിന്നും മോചിക്കണം, യാഥാർത്ഥ്യത്തെ ബോധിക്കണം, മോക്ഷം നേടണം എന്ന ആഗ്രഹമുള്ള ജീവനെയാണ് ഇവിടെ മുജുകുന്ദൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുക. ഇപ്പൊ ഈ മുജുകുന്ദനെ സംബന്ധിച്ച് എന്താണ്? മനോനാശവും വാസനാക്ഷയവും സംഭവിച്ചിട്ടില്ല. അപ്പൊ മ്ലേച്ഛ വാസനകളെ നശിപ്പിക്കണം. മ്ലേച്ഛ വാസനകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, മ്ലേച്ഛവാസനകളെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സ്വർഗത്തിലേക്ക്, അതായത് ഇന്ദ്രന്റെ അടുക്കിലേക്ക് പോയി. എന്ന് വെച്ചാൽ മ്ലേച്ഛവാസനകളെ നശിപ്പിക്കുവാൻ ദേവന്മാരുടെ അനുഗ്രഹം വേണം. ദേവന്മാരുടെ അനുഗ്രഹം വേണം. അപ്പൊ ദേവന്മാരുടെ അനുഗ്രഹം നേടിയപ്പോഴോ ആസുരവും രാക്ഷസവുമായിരിക്കുന്ന വാസനകളെല്ലാം ഒഴിഞ്ഞു. അങ്ങനെ ആസുരവും രാക്ഷസവുമായിരിക്കുന്ന വാസനകളൊക്കെ ഒഴിഞ്ഞപ്പോഴോ, അങ്ങനെയുള്ള വാസനകൾ ഒഴിഞ്ഞപ്പോൾ ആ ഹൃദയത്തിൽ ഈശ്വരൻ പ്രകാശിക്കും. അതാണ് പിന്നെ ഭഗവാന്റെ ദർശനവും, ആ ഭഗവാന്റെ ദർശനത്തിന്റെ ഫലമായിട്ട് ഭഗവാൻ കൊടുക്കുന്ന ഉപദേശവും, ആ ഉപദേശത്തിന്റെ ഫലമായിട്ട് പ്രയത്നിച്ചതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? മുജുകുന്ദനെ മോക്ഷവും കിട്ടി എന്ന് പറയുന്ന ആ കഥ. ഇതാണ് നമ്മൾ ഇതിൽ നിന്നും ബോധിക്കേണ്ടത്. ഇനി നമുക്ക് ഭഗവാന്റെ ആ സ്വയംവര ലീലയുടെ തത്വങ്ങളും ഭാഗങ്ങളൊക്കെയാണ് പരിശോധിക്കുവാനുള്ളത്. നമുക്ക് അതിനു വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പൊ ഈ അഹംശക്തി എന്ന് പറയുന്ന യോഗ ഭൂമികയുടെ കഥയാണ് 5ാമത്തെ ദിവസത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇനിയും നമുക്ക് ഈ രുക്മിണി സ്വയംവരം കഥയുടെ തത്വം കൂടിയും പറഞ്ഞിട്ട് ഈ 5ാമത്തെ ദിവസത്തിലെ കഥകളെ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പൊ നമ്മൾ ഗുരുപദേശത്തോടുകൂടി ഈശ്വരീയമായ ശക്തിയുടെ ഒരു മൂലമന്ത്രത്തെ ജപിച്ചും ഒരു രൂപത്തെ ധ്യാനിച്ചും നമ്മൾ ചെയ്യുന്ന ധർമ്മത്തെയെല്ലാം ഈശ്വര പൂജയാണെന്നുള്ള അവബോധത്തോടുകൂടി സധൈര്യം സസന്തോഷം ജീവിച്ചു പോകുമ്പോൾ നമ്മുടെ ജീവിതം പൂർണ്ണമാകും, കൃതാർത്ഥമാകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. നമുക്ക് രുക്മിണി സ്വയംവരത്തിന്റെ തത്വത്തിലേക്ക് പ്രവേശിക്കാം.